ഐശ്വര്യ, നമ്മൾ ഈ സർക്കാർ ഭയങ്കരമായിട്ട് കാശൊക്കെ മുടക്കിയിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയത്. അത് തയ്യാറാക്കിയിട്ട് അതിങ്ങനെ അവർ വെച്ചിരുന്ന് വിലപേശി പിന്നെ ചിലരെയൊക്കെ പേരുകൾ ഇങ്ങനെ നിങ്ങളുടെ പേരുകളൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് അവരെ അറിയിച്ച്, സാർ എൻ്റെ പേര് വരരുത് സാർ, അത് ആ പേജ് ഒന്ന് കീറിക്കളയണം എന്നൊക്കെ പറഞ്ഞ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കീറിപ്പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള വിലപേശൽ നമ്മൾ കേൾക്കാത്ത പേരുകാരായ സിനിമാക്കാർ, നിർമ്മാതാക്കൾ അയാളെ പറ്റി ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തു. എന്തിന്? ഒടുവിൽ വിവരാവകാശം വഴി പത്രപ്രവർത്തകർ ഇടപെട്ടിട്ടാണ് ഈ തെളിവ് പുറത്തു വന്നത്. അപ്പോൾ അതുപോലെ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗീത എന്ന IAS, ഗീത IAS തയ്യാറാക്കിയ ആ റിപ്പോർട്ട് റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥയാണ്, അവർ IAS ഉദ്യോഗസ്ഥയാണ്. ആ ബഹുമാനപ്പെട്ട ആ മാഡം തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആ റിപ്പോർട്ട് ഇപ്പോഴും മുഖ്യമന്ത്രി അല്ലെങ്കിൽ റവന്യൂ മന്ത്രിക്ക്, സത്യം പറഞ്ഞാൽ റവന്യൂ മന്ത്രി ഇതിൽ എന്ത് ചെയ്യണം? കെ രാജൻ എന്ന നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞില്ലേ, കെ രാജൻ എന്ന ആ മന്ത്രിക്ക് ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനോട് ഭയങ്കര താല്പര്യമായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനായതുകൊണ്ട്. അപ്പോൾ ഇതിൽ നാം പറയുന്ന ഇത്രയേ ഉള്ളൂ, ഈ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പലരും വിവരാവകാശം വഴിയും അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ആ റിപ്പോർട്ടറുടെ പേര് തിരുവനന്തപുരത്തെ റിപ്പോർട്ടറാണ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഹേമ കമ്മിറ്റിക്ക് പുറകെ പോയിട്ടാണ് അത് റോഷിപാൽ ഉൾപ്പെടെയുള്ള റോഷിപാലിനെയൊക്കെ അതിൽ നമുക്ക് വളരെ അപ്രീസിയേഷൻ ഉണ്ട് റോഷിപാലിനോടൊക്കെ, തീർച്ചയായിട്ടും ആ കാര്യത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകെ നിന്നാണ് ആ റിപ്പോർട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അത്തരത്തിൽ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയാണ്? ഈ നവീൻ ബാബു കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സത്യസന്ധമായിട്ട് അന്വേഷിച്ച, അല്ലെങ്കിൽ മഞ്ജുഷ എന്ന ഭാര്യയ്ക്കൊപ്പം തന്നെ നിന്ന ഏറ്റവും നമ്മൾ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ഗീത IAS എനിക്ക് തോന്നിയത്. അല്ല, അതിനകത്ത് ഗീത IAS എന്ന ഉദ്യോഗസ്ഥ ഈ റിപ്പോർട്ട് ഒരു ഭീഷണിക്കും വഴങ്ങാതെയാണ് അവർ ഈ റിപ്പോർട്ടിന് വേണ്ടി പോകുമ്പോൾ ഒരു അവസരത്തിൽ അവർക്ക് റിപ്പോർട്ട് എന്താണ് സത്യാവസ്ഥ എന്ന് പറയാൻ റവന്യൂ വകുപ്പിലെ ഇദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തിരുന്നവർക്ക് പേടിയായിരുന്നു. അതെ. അതുപോലെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ ആറളം ഭൂമിയെ സംബന്ധിച്ചുള്ള രേഖകൾ അദ്ദേഹത്തിന് കിട്ടി എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന CPM നേതാക്കളും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന ഫയലുകളിൽ അദ്ദേഹം തീർപ്പ് കൽപ്പിക്കാതെ പോയ കുറേ ഫയലുകളും ഉണ്ടായിരുന്നു റവന്യൂ വകുപ്പിൻ്റെ. അതിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അതൊരു ശരിക്കും ഒരു വലിയ ബോംബാണത്. വലിയൊരു ബോംബ് ആയതുകൊണ്ട് തന്നെ അത് പൂഴ്ത്തപ്പെട്ടു എന്നാണ് ഞാൻ. പക്ഷെ അത് പുറത്തു വരും, അത് പുറത്തു വന്നേ പറ്റും, എന്തെങ്കിലും ഒരിക്കലല്ല അത് പുറത്തു വരും. ഇവിടെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത്രയും കോടികൾ മുടക്കി ഹേമ കമ്മിറ്റി കമ്മീഷനെ വെച്ചതുപോലെ ഗീത IASന്റെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രഹസനം മാത്രമായിട്ടാണ് ഓരോ കാര്യങ്ങളും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രഹസനമല്ല. പക്ഷെ ഗീത IAS അതിൽ നിന്നത്, അവർ കൊടുത്ത അവരുടെ ഒരു ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയുന്നത് അത് റവന്യൂ ആയിരുന്നു. മന്ത്രി രാജൻ, അദ്ദേഹത്തിന് അത്ര കണ്ട് അദ്ദേഹം ഒരു നല്ല മന്ത്രിയാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എല്ലാ കാലങ്ങളിലും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ റവന്യൂ വകുപ്പ് CPI കൊടുക്കാൻ ഇരിക്കട്ടെ, എങ്കിലും രാജൻ ഒരു നല്ല, അത് ഈ കാര്യത്തിൽ ഈ ഗീത IAS കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. പക്ഷേ ഗീത IASനെ കൊണ്ടുവന്നു. ഗീത IAS എല്ലാ ഭീഷണികളും മറികടന്നുകൊണ്ട് നല്ലൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പൊട്ടിയും തിരിച്ചും നമ്മൾ പുറത്ത് കേട്ടു. റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അരുൺ കെ വിജയനെതിരായിട്ടും PP ദിവ്യക്കെതിരായിട്ടും ഒക്കെയാണ് റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം. അരുൺ കെ വിജയനെതിരെ മാത്രമല്ല, PP ദിവ്യയ്ക്കും എതിരെ മാത്രമല്ല, CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ കണ്ണൂരുള്ള സഖാക്കളുടെ ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരം P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൂടെ ഇതിനകത്ത് പങ്കുള്ള കൂട്ടുകച്ചവടങ്ങൾ. P ശശി എന്ന CPMന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അവരെ പാർട്ടി നിയമിച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ചോദിച്ച ശശി എന്ന നേതാവിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്, അതായത് പാർട്ടിയെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നത് പോലെ. ഈ റിപ്പോർട്ടിന്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് ശശിയിലാവുന്നത് കൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട് അവിടെ കൊണ്ട് ബ്രേക്ക്. ശശിയൊക്കെ നമ്മളൊരു നാടകം എഴുതുക എന്നൊക്കെ പറയുമ്പോൾ, ഒരു നാടകം എഴുതുമ്പോൾ അതിൽ കഥാപാത്രങ്ങൾ, മെയിൻ കഥാപാത്രങ്ങളുണ്ട്, ഉപകഥാപാത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമ തന്നെ പറയാം. ശശിയൊക്കെ അതിനകത്ത് മെയിൻ കഥാപാത്രമാണ്. ഇത് ഇപ്പൊ ഞാൻ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ സിനിമ കണ്ടു, പുതിയ സിനിമ കണ്ടു. അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗുമായിട്ടാണ് എനിക്കിത്, അതിൽ നമ്മുടെ മുഖ്യമന്ത്രിനെ നല്ല രീതിയിൽ ഉടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സമകാലിക വിഷയം ആയതുകൊണ്ട് അതിലേക്ക് നമുക്ക് അടുത്ത ചർച്ചയിൽ പോകാം. ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു, ആ സിനിമയെ കുറിച്ചിട്ട്. എന്തായാലും അതിനകത്ത് ഇതുപോലെ വമ്പന്മാരിലേക്ക് അന്വേഷണം ചെല്ലുമ്പോൾ ഇവർ പറഞ്ഞ് നിർത്തുന്നുണ്ട്, അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്.
ആ നിർത്തുന്നിടത്ത് നിങ്ങളിലേക്കും തിരിച്ചു വരും എന്ന് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവിടെ കൊണ്ട് ഈ ചർച്ച അവസാനിക്കുകയും കണ്ണുകൾ അടയ്ക്കുകയും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സീൻ അതിൽ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു സംഭവമായിട്ട് ഭയങ്കര റിലവൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ബിക്കോസ് ഗീത IASന്റെ അന്വേഷണം അങ്ങ് ചെന്ന് P ശശി വരെ എത്തിയപ്പോഴാണ് ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നിന്നും ഈ ഒരു അന്വേഷണം കംപ്ലീറ്റ് ആയിട്ട് നവീൻ ബാബുവിന് അവിടം കൊണ്ടൊരു നീതി നിഷേധിക്കപ്പെടലിൻ്റെ ഒരു തുടക്കം അവിടം കൊണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഗീത IASന്റെ ഒരു റിപ്പോർട്ട് എവിടെ പോയി? ഗീത IAS എന്ന് പറയുന്ന പേര് നമ്മൾ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ കുറച്ച് നാളുകൾ കൊണ്ട് നവീൻ ബാബു വിഷയത്തിൽ ഗീത IAS കേൾക്കുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വരും. റിപ്പോർട്ട് പുറത്ത് വരണം. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ കേസ് ഒരു സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഇനിയിപ്പോൾ ഒരു 10 മാസത്തെ സമയം ഈ സർക്കാരിൻ്റെ ഭരണം തീരാനുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് കോടതിയുടെ വെക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി ഇലക്ഷനൊക്കെ വരുമ്പോഴേ ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുന്നത് BJP ആണല്ലോ. അപ്പോൾ BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിന് ഇതിൽ നിർണായകമായ പങ്കുണ്ട്. കാര്യം സംസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു ഏറ്റവും വലിയൊരു പോലീസ് ഓഫീസർ വന്നു എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഫയൽ അവസാനം പോകുന്ന ആരുടെടുത്താണ്? ആ ഫയൽ പോകുന്നത് നമ്മുടെ മുഖ്യന്റെ അടുത്ത് തന്നെയായിരിക്കും പോകും. മുഖ്യന്റെ അടുത്തെന്ന് പറഞ്ഞാൽ ജൂനിയർ മുഖ്യമന്ത്രി ആരാണെന്ന് ഇപ്പൊ നമ്മൾ അറിയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ വരുന്നതിനേക്കാൾ ഈ പറയുന്ന നമ്മുടെ ഷാജിയേട്ടന്റെ ഭാഷയിൽ മിസ്റ്റർ വിജയൻ, അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വരുമ്പോൾ ഉള്ള ആൾക്കാരുടെ ഭവ്യത, ആ ഭവ്യതയല്ല P ശശിക്ക് അതിനേക്കാൾ ഇരട്ടി ഭവ്യതയാണ് കിട്ടുന്നത്. പണ്ട് നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി P ശശി തന്നെയാണ്. ആ ഒരു അതായത് അദ്ദേഹത്തിനെ പോലെ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു 3 പ്രമോഷൻ കൊടുത്ത്, അതായത് ഐശ്വര്യയ്ക്ക് അറിയാവുന്ന അറിയില്ല, പാർട്ടി ഘടകത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിരിപ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് തലത്തിലേക്ക് അന്വേഷണ കമ്മീഷൻ കൊണ്ട് എത്തിച്ചു. അദ്ദേഹത്തിന്റെ അത്ര മിടുക്കനായതുകൊണ്ട് ആ അന്വേഷണത്തിലേക്ക് പോയി. അത് സഖാവ് VS ഒക്കെ അതിനെക്കുറിച്ച് പറയും. സഖാവ് VS ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മാറി നിൽക്കാൻ പറയും. അങ്ങനെ പറയുന്നവനോട് തന്നെ പറയും. ഞാൻ സഖാവ് VS എന്ന് പറയുന്നത് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ VS എതിർത്ത് ഈ വ്യക്തിക്ക് പാർട്ടിയിൽ നിന്ന് തീരുമാനിച്ച് പിന്നെ ഏറ്റവും കീഴ്ഘടകത്തിൽ, അതായത് പാർട്ടി ഇവരുടെ മുകളിൽ നിന്ന് താഴേക്കാണ് ഇവരുടെ ഘടകങ്ങൾ പോകുന്നത്. അപ്പോൾ ഏറ്റവും കീഴ്ഘടകത്തിൽ ഉണ്ടായിരുന്ന ബ്രാഞ്ചിലുണ്ടായിരുന്ന ആളിനെ പെട്ടെന്ന് 3 ചാട്ടം ചാടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി കൊണ്ടുവച്ചത്. ഇപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു. അതായത് അന്നത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊച്ചിയിൽ വെച്ചാൽ പാർട്ടിയിൽ ഒരു ഈ നമ്മൾ പറയുന്ന ഈ സമ്മേളനത്തിനൊക്കെ വരുമ്പോഴേ ഒരു പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് അങ്ങനെ പോലും ശശി വന്നിട്ടില്ലായിരുന്നു. ശശി അപ്പോൾ അത്ര കൊണ്ട് പിന്നെ ഈ മുഖ്യമന്ത്രിയും CPM-ഉം കണ്ണൂർ പൊളിറ്റിക്സും അദ്ദേഹം എന്തോ ഭയങ്കരനാണ്. അദ്ദേഹത്തിന് മാത്രമേ കാര്യം ഇതിനു മുമ്പുള്ള ആ സമയത്തും TP ചന്ദ്രശേഖരന്റെ വധക്കേസിൽ കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടിയിട്ട് പോലും വാദിക്കാൻ അയാൾ വക്കീൽ വേഷം കിട്ടി. ഇപ്പോഴത്തെ വക്കീലുണ്ടല്ലോ, ആ മനുഷ്യന്റെ പേരെന്താ, അവരുടെ പാർട്ടി വക്കീലൊക്കെ പിന്നെ കണ്ണൂരുള്ള ഒരു മാന്യദേഹം ഉണ്ടല്ലോ, ആ മാന്യദേഹത്തിന്റെ അസിസ്റ്റന്റ് ഇദ്ദേഹം ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. അത്രയും പ്രഗത്ഭനായ കാര്യം കഴിഞ്ഞ ഭരണകാലത്ത് പുത്തലത്ത് ദിനേശൻ എന്നൊരു കണ്ണൂരിലുള്ളൊരു സഖാവ്, അദ്ദേഹം ഒരു നന്നായിട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദമെന്നാൽ ബൈ പൊളിറ്റിക്കലി ഈ സർക്കാരിനെ എന്തൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കാമെന്നുള്ള അവരുടെ സീറ്റിൽ പുത്തലത്ത് ദിനേശൻ ഇരുന്നപ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല, ഒരു വലിയ ഭൂകമ്പമൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ വിപ്ലവം ശശിയിലൂടെ ഭരണത്തിൽ കൊണ്ടുവരാൻ വിപ്ലവ പാർട്ടിയിൽ ഇന്നലെ ആ പാർട്ടി കേട്ട ആളുടെ പേര് ചെമ്പടയുടെ നായകൻ. ആ ചെമ്പടയുടെ നായകന് വിപ്ലവം ഉണ്ടാവണമെങ്കിൽ, ഭരണത്തിൽ പഞ്ചുണ്ടാവണമെങ്കിൽ ശശി വരണം. ശശി വന്നു, പഞ്ചുണ്ടായി. ഇവിടെ എന്തെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയോ? ഇതിൻ്റെ അവസാനം, ഈ ചർച്ചയുടെ അവസാനത്തിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഗീത IASന്റെ ഈ റിപ്പോർട്ട് നിങ്ങൾ എത്ര തന്നെ ഭരണത്ത് വെച്ചിരുന്നാലും എത്ര തന്നെ മാറ്റി വെച്ചിരുന്നാലും അത് ഒരു വേള പുറത്തു വരേണ്ടി വരും. ഈ സർക്കാരിന് അത് പുറത്തു വിടാതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാൻ എന്തെല്ലാം ഗെയിം കളിച്ചില്ലേ? ഒരു വേള ചിലപ്പോൾ നിങ്ങളുടെ ഭരണത്തിൻ്റെ അവസാനം അടുത്തൊരു ഭരണത്തിന് നിങ്ങൾക്ക് സാധ്യത കൽപ്പിക്കാൻ നിങ്ങളിപ്പോൾ മറ്റേ പെൻഷനൊക്കെ കൂട്ടിക്കൊടുക്കും, അങ്ങനെയുള്ള പല വോട്ട് കിട്ടാനുള്ള നമ്പറുകൾ ഇറക്കും, പിന്നെ ധൃതരാഷ്ട്ര ആലിംഗനം നടത്തും, എല്ലാം. പക്ഷെ ഇത് പുറത്തു വരും. കാര്യം CPI എന്ന രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ച് CPM-നേക്കാൾ കുറച്ചുകൂടി ഒരു തെളിമയുള്ളൊരു പാർട്ടി എന്നാണ് ഈ സമൂഹം വിശ്വസിക്കുന്നത്. അപ്പോൾ രാജൻ എന്ന മിനിസ്റ്റർക്ക് ആ കുടുംബത്തോട് കുറച്ചെങ്കിലും പ്രതിപത്തി ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വിടാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജൻ തയ്യാറാകണമെന്നൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, കേരള സമൂഹത്തിനുണ്ട്. അവർ പറയുന്നത് തന്നെയാണത്. നമുക്ക് കരുതാം, എന്തെങ്കിലും ഏറ്റവും അടുത്ത് തന്നെ
ആർക്കെങ്കിലും ഇപ്പം നമുക്ക് പൊതു താല്പര്യ ഹർജി വരെ കൊടുക്കുന്ന പല കാര്യങ്ങളിലും കൊടുക്കുന്ന ഒരു അവസരം ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലൊരു പൊതു താല്പര്യമാണെന്ന് തന്നെ കരുതട്ടെ.